PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം. രാജ്യസഭയിൽ മറുപടി നൽകി കേന്ദ്ര സർക്കാർ. പിന്മാറിയാൽ ആനുകൂല്യങ്ങൾ നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. PV അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി പാർലമെന്റിൽ മറുപടി നൽകിയത്. ഈ മറുപടിയിൽ പൊളിഞ്ഞു വീഴുന്നത് സംസ്ഥാനത്തെ UDF സർക്കാരിന്റെ നിലപാടാണ്. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. അത് പൊളിഞ്ഞു വീഴുകയാണ് ഇതാ കേന്ദ്രത്തിന്റെ മറുപടിയോടുകൂടി. വിവരങ്ങളുമായി ഫെമിന ചേരുന്നു ദില്ലിയിൽ നിന്ന്. നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന്. ഫെമിന, PM ശ്രീ പദ്ധതിയിൽ നിന്ന് MOU ഒപ്പിട്ടതിന് ശേഷവും സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം, അതിൽ ഒരു നിയമതടസ്സവുമില്ല. പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതും ലീഗ് MPയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട്. അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വാദങ്ങളും പൊളിയുകയല്ലേ ഈ മറുപടിയോടുകൂടി? അതെ, തീർച്ചയായും VD സതീശിന്റെ എല്ലാം കള്ളങ്ങൾ പൊളിയുകയാണ് ഇപ്പോൾ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിലൂടെ. മുസ്ലിം ലീഗ് MP ആയിട്ടുള്ള അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി നൽകിയത്. PMC സ്കീമിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ കഴിയും, എന്നാൽ പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് PMC പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകുന്നുള്ളൂ. കേരളം ധാരണാപത്രം ഒപ്പിട്ട കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല. അതായത് പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറിയതാണ്. ഈ കേരള മുൻ LDF സർക്കാർ ഇത്തരത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് കൊണ്ട് തങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്ന ഒരു വാദം പറഞ്ഞുകൊണ്ടായിരുന്നു UDF സർക്കാർ ഈ PMC സ്കീമുമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിച്ചിരുന്നത്. അതിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടിയിലൂടെ ആ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. UDF സർക്കാരിന്റെ കള്ളം പൊളിഞ്ഞിരിക്കുകയാണ്. PMC സ്കീമിൽ നിന്ന് മുൻ LDF സർക്കാർ പിന്മാറിയതാണ്. ഇപ്പോൾ പിന്മാറിയാൽ PMCയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ ലഭിക്കാതിരിക്കുകയുള്ളൂ, മറ്റ് ഫണ്ടുകൾ കേരളത്തിന് ലഭിക്കും. കേരളം ഇതുവരെ നേരത്തെ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും കേരളം ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല എന്നും ഈ ഒരു മറുപടിയിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ UDF സർക്കാരിന്റെ ഇത്തരത്തിലുള്ള RSSന് അനുകൂലമായി അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം തന്നെ കേരളത്തിലെ സ്കൂളുകൾ ഇത്തരത്തിൽ PMC സ്കീമുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും എന്നുകൂടി ഈ മറുപടിയിൽ വ്യക്തമാകുന്നുണ്ട്. ഇത്തരത്തിൽ RSSന് അനുകൂലമായ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഫെമിന, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ UDF സർക്കാരിന് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ ഈ ധൃതി എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കാരണം സംസ്ഥാനങ്ങൾക്ക് പിന്മാറുന്നതിൽ ഒരു നിയമ തടസ്സവുമില്ല. കേരളം ഈ പദ്ധതിയുമായിട്ട് LDF സർക്കാരിന്റെ കാലത്ത് മുന്നോട്ട് പോയിട്ടില്ല എന്ന് ഈ 2 ദിവസങ്ങളിൽ പാർലമെന്റിൽ വന്ന മറുപടികളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുമാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് പിന്മാറുകയും ചെയ്യാം, പിന്മാറാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് പാർലമെന്റിലെ മറുപടിയിൽ വ്യക്തമാവുകയാണ്. നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ധൃതി സംസ്ഥാനത്തെ UDF സർക്കാർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഇപ്പോൾ നമ്മളോട് SFIയുടെ ദേശീയ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ആദർശൻ സജി സംസാരിക്കുന്നു. ആദർശം പറഞ്ഞത് ഈ ഒരു PMC എന്ന് പറയുന്നത് RSS അജണ്ടയുടെ ഭാഗമാണ്. മുൻ LDF സർക്കാർ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്ന കാരണം പറഞ്ഞുകൊണ്ട് RSS അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് നേരത്തെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ചോദിച്ചിരുന്നു. കേരളം ഭരിക്കുന്ന നേരത്തെ അദാനി വിഷയത്തിലൊക്കെ അത്തരത്തിലൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിന് സമാനമായിട്ട് കേരളം ഭരിക്കുന്നത് BJP ആണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം. ഇത്തരത്തിൽ UDFന്റെ നുണകളുടെ ചീട്ടുകൊട്ടാരമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഈ VD സതീശന്റെ നുണകൾ UDF MPമാർ തന്നെയാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ തെളിയിച്ചിരിക്കുന്നത്. നേരത്തെ ജബി നേത്തർ രാജ്യസഭയിൽ ചോദ്യമുയർത്തിരുന്നു. അതിനുശേഷം അബ്ദുൽ വഹാബ് MPയും ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. കേരളം ധാരണാപത്രത്തിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത്. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ഈ PMC പദ്ധതിയുടെ ഭാഗമായിട്ടില്ല. കേരളം നേരത്തെ LDF സർക്കാർ ഈ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് PMCയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ ലഭിക്കാതിരിക്കുകയുള്ളൂ, മറിച്ച് വേറൊരു ഫണ്ടും കേരളത്തിന് മുടങ്ങുകയില്ല എന്ന് ഇത്തരത്തിൽ ഈ ഒരു ലഭിച്ച മറുപടിയിലൂടെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ മുൻ LDF സർക്കാരിനെ പഴിച്ചുകൊണ്ട് RSS അജണ്ട നടപ്പിലാക്കാനുള്ള PMCയുമായിട്ട് മുൻപോട്ട് പോവുകയാണ് UDF സർക്കാർ ചെയ്യുന്നത്. ആ വാദത്തിനാണ് ഇപ്പോൾ നുണപ്രചരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മറുപടിയിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. ശരി, ഫെമിനിയാണ് വിവരങ്ങൾ നൽകിയത്.